ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ചായക്കൊപ്പം കൊടുക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണിത്. ഒരു പ്രത്യേക ബാറ്ററിൽ മുക്കിയാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരിക്കും. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരിക്കും ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത ഭാഗം ഈ വീഡിയോയിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർത്തൊരു സ്പെഷ്യൽ ചേരുവ ജിഞ്ചർ ഗാർലിക് ചില്ലി സോസാണ്. അത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ മാവ് ചേർക്കുക. 1/2 കപ്പ് തന്നെ കോൺഫ്ലവറും ചേർക്കുക. ഇതിലേക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുക. ഞാൻ കുരു കളഞ്ഞിട്ട് പൊടിച്ചെടുത്ത ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിയുമായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ കലക്കിയെടുക്കുക. 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം ലൂസാക്കി എടുക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി ലൂസാകാനും പാടില്ല. ഇത് ഇഡ്ഡലി മാവിൻ്റെ ഏകദേശം അയവിൽ വേണം നമ്മൾ കലക്കിയെടുക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി സോസ് ചേർക്കാം. ഈ സോസ് ഒരു പ്രത്യേക ടേസ്റ്റിനുള്ള സോസാണ് കേട്ടോ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്ന സമയം വരെ റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടി ലൂസാവും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് ലൂസാക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വാട്ടിയെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചൂടാക്കാനായിട്ട്. ഇതിലേക്ക് എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കരുത്. ഇത് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് 2 മിനിറ്റ് ഒരു സൈഡ് നമുക്ക് വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ ചൂടാക്കിയെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ചൂടേറിയാൽ മാത്രം മതി. ഇനി തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും നമുക്ക് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. മൂടി വെച്ച് 2 മിനിറ്റ് ഈ സൈഡും നമുക്കൊന്ന് ചൂടാക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ചൂടാക്കാത്ത ചിക്കൻ കട്ട് ചെയ്യുന്നത് പോലെ വളരെ നേരിയതായിട്ട് കട്ട് ചെയ്യരുത്. ഇത് കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്യണം. ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ കനത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇതേപോലെ കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് ഈ ചിക്കൻ പീസസൊക്കെ ഒന്ന് പൊടി പറ്റിച്ചെടുക്കണം. അതിന് കുറച്ച് മൈദ മാവ് എടുത്തിട്ട് ഈ ഓരോ ചിക്കൻ പീസും ഇതിൽ മുക്കി ഒന്ന് പൊടി പറ്റിച്ചെടുക്കാം.
ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ നമ്മൾ ബാറ്ററിൽ മുക്കി പൊരിക്കുമ്പോഴേക്കും ഊർന്നു പോവില്ല. ബാറ്ററി നന്നായിട്ട് ഇതുമേൽ പിടിക്കും. ഞാനിതിൽ ബ്രെഡ് ക്രംസ് ഒന്നും ഉപയോഗിക്കാതെയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കി പൊരിക്കുക. നല്ലതുപോലെ എണ്ണ തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ചുകൂടി ലൂസായിട്ടുണ്ട്. നേരത്തെ കലക്കി വെച്ചതിലും കുറച്ച് ലൂസായിട്ടുണ്ട്. ഈ പാകമായിരിക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് നീട്ടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ എണ്ണ നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസും ബാറ്ററിൽ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാൻ. ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യേണ്ടത്. ഷാലോ ഫ്രൈ ചെയ്താൽ ഇത് ശരിയാവില്ല. കുറച്ച് എണ്ണയിൽ മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്രൈ ചെയ്യാൻ ഇട്ടാൽ ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. ഒരുവിധം ഫ്രൈ ആയി വരുന്ന സമയത്ത് വേണം നമ്മളിതൊന്ന് വിടിവിച്ചെടുക്കാനായിട്ട്. അതുപോലെ കൂടുതൽ പീസസ് ഇട്ട് കൊടുക്കരുത്. കൂടുതൽ ഇട്ട് കൊടുത്താൽ നമ്മൾക്ക് മുട്ടിയിരിക്കുന്ന ചിക്കൻ പീസസ് വിടർത്തി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ തന്നെ നമ്മൾ എടുക്കുക. കൂടുതൽ ഡാർക്കായി പൊരിക്കാൻ നിൽക്കരുത്. കുറച്ച് ലൈറ്റ് കളറായിരിക്കുമ്പോൾ തന്നെ നമ്മളിത് പാനിൽ നിന്ന് എടുക്കുക. ചിക്കനൊക്കെ ഏകദേശം നമ്മൾ വേവിച്ചതാണ്. അതുകൊണ്ട് ചിക്കൻ പീസസ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ള പീസസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പാതി ഫ്രൈ ആയി വരുമ്പോഴേക്കും ഒരു സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് വിടുവിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഫ്രൈ ചെയ്തതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റി മുട്ടിയിരിക്കുന്നതൊക്കെ നമുക്ക് വിടുവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ പീസസൊക്കെ ഗോൾഡൻ ബ്രൗൺ ആകാൻ നിൽക്കാതെ ഗോൾഡൻ യെല്ലോ കളറിൽ നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. അതിനാണ് കുറച്ചുകൂടി ടേസ്റ്റ്. കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നമ്മൾ സാധാരണ ഫ്രഷ് ചിക്കനാണ് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല നേരിയതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അതുപോലെ ഫ്രൈ ചെയ്താൽ ചിക്കൻ ഫ്രൈ കുറച്ച് ഹാർഡായിരിക്കും. വളരെ നേരിയതായിട്ട് കട്ട് ചെയ്താണെങ്കിലും ഭയങ്കര കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ ചിക്കൻ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല പഴംപൊരി കഴിക്കുന്നത് പോലെ ഈ ചിക്കൻ ഫ്രൈ കഴിക്കാം. പുറം ഭാഗം ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റുമായിരിക്കും. അതൊരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മൾ പാനിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ചൂടോടെ ചായയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ സോസിൻ്റെ കൂടെയും കഴിക്കാം. ഉള്ളു നല്ല സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള ചിക്കനാണ്. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരെത്ര വേണേലും കഴിക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്